നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൾസ് ക്ലിക്സ്. ഇതെന്താണ് ക്രിക്കറ്റ് ബാറ്റും പിടിച്ച് നിൽക്കുന്നതെന്ന് നിങ്ങൾ കുറച്ച് പേരൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അപ്പം നമ്മുടെ കപ്പലിലെ ഒരു കലാകാരനെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ക്രിക്കറ്റ് കളിച്ച ഒരു റീലൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ ഉപയോഗിച്ച ഈ ഒരു ബാറ്റും നമ്മുടെ സ്റ്റമ്പ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കപ്പലിലെ ഒരു ജീവനക്കാരൻ ഉണ്ടാക്കിയതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് കലാവിരുതുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാനിരിക്കുന്നത് കപ്പലിൻ്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന എൻജിൻ കൺട്രോൾ റൂമിലാണ്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിരിക്കുന്ന ബെഞ്ചും ഈ കാണുന്ന ബെഞ്ചൊക്കെ പുള്ളിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ എഞ്ചിൻ്റെയും മറ്റ് മെഷീനറീസിൻ്റെ ഒക്കെ പാർട്സ് വരുന്ന പൊതിഞ്ഞുകൊണ്ട് വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള തടിയൊക്കെ വെച്ചിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. ഈ കറങ്ങുന്ന മേശയും ഉണ്ടാക്കിയേക്കുന്നത് അതിലാണ്. അപ്പം ഇതിൽ പുള്ളി നല്ല രീതിയിൽ മനോഹരമായിട്ടുള്ള ലുഡോയുടെ കളിക്കാനുള്ള ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് കളിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ, അതായത് അതിൻ്റെ കരുക്കൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് കളിക്കാനുള്ള ഡൈസ് പോലും പുള്ളി തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ചെറിയ ലോക്കറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഈ ഡ്രോയറിനകത്താണ് ഈ സാധനമൊക്കെ വെച്ചേക്കുന്നത്. ഈ പുറയിൽ കാണുന്ന ഫയലൊക്കെ സൂക്ഷിക്കാനായിട്ട് ഒരു ഫയൽ ഹോൾഡർ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ കപ്പൽ ആടി വലയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഇത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു കത്തിയൊക്കെ ഉണ്ട്. അതെനിക്കൊന്ന് പാൽ പാക്കറ്റൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹെൽമെറ്റ്, നമ്മുടെ തലയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഹെൽമെറ്റ് തൂക്കിയിടാനായിട്ട് ഇവിടെ ഒരു ഹെൽമെറ്റിൻ്റെ ഹോൾഡർ വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു കപ്പലിൻ്റെ ഷേപ്പിലാണ്. ഇത് കപ്പലിൻ്റെ മുൻഭാഗമാണ്. ഇത് ബൾബസ് ബോ എന്ന് പറയും. അപ്പം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കപ്പലിൻ്റെ ഷേപ്പിലാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് കപ്പലിൻ്റെ പുറകുവശം. അപ്പം ഇത്രയും ഹെൽമെറ്റുകൾ നമുക്ക് തൂക്കിയിടാം. 6 ഹെൽമെറ്റ് തൂക്കിയിടാൻ മാത്രം ഉള്ള സെറ്റപ്പിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാഴ്ചകൾ കാണാം. അപ്പം ഇവിടെ ഒരു പെൻ ഹോൾഡർ, പേനയൊക്കെ വെക്കാൻ വേണ്ടി പെൻ ഹോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും മാഗ്നറ്റൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം പറഞ്ഞ പോലെ കപ്പൽ അനങ്ങിയാലൊന്നും ഇത് വീഴത്തില്ല. അപ്പം പല വലുപ്പത്തിലുള്ള പേനകളും അതുപോലെ മാർക്കറുകളൊക്കെ വെക്കാനായിട്ട് കപ്പലിൻ്റെ ഷേപ്പിലൊരു ഹോൾഡർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ലോഗ് ബുക്കൊക്കെ വെക്കാനായിട്ട് നല്ല ഡിസൈനൊക്കെ ചെയ്തേക്കുന്ന ഒരു ഹോൾഡർ, ഇവിടെ ഒരു ഹോൾഡറും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള, സംസാരിക്കാനുള്ള വോക്കി ടോക്കിയൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റാൻഡ്, അതും നല്ല രീതിയിൽ പണിതെഴുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള ഈ കിട്ടുന്ന തടികളിൽ നിന്നാണ് പുള്ളിയുടെ ഒഴിവ് സമയത്ത് ഇൻട്രസ്റ്റ് കണ്ടെത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പല സ്ഥലങ്ങളിലും പല സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും കൂടുതൽ കാര്യങ്ങൾ ഇവിടെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു പെൻ സ്റ്റാൻഡിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചറും കൂടെ ഇവിടെ പണിതിട്ടുണ്ട്. അത് ചെയ്ത് നല്ല രീതിയിൽ പോളിഷൊക്കെ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് കറക്റ്റ് കപ്പലിൻ്റെ ആ ഒരു കളർ ആയിട്ടാണ് നോക്കിയിരിക്കുന്നത്. അതായത് വെള്ളത്തിലോട്ട് മുങ്ങിയിരിക്കുന്ന ഭാഗത്ത് റെഡ് കളറൊക്കെ ചെയ്ത് നല്ലൊരു പെയിൻ സ്റ്റാൻഡ്, വേറൊരെണ്ണം ചെറുത് പെൻ സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു സ്റ്റൂള് ടൈപ്പ് ഒരു സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മെയ്ഡ് ബൈ ആദിൽ. പുള്ളിയുടെ ഫോട്ടോയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇരുന്നാൽ ഒടിയത്തില്ലെന്നു അല്ലേ? ഓക്കെ. 90 കിലോ, കുഴപ്പമില്ല, ഒടിയുന്നില്ല. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കപ്പലിൻ്റെ പെയിൻറ്റ് റൂമിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മൂലയ്ക്കായിട്ട് ഒരു കബോർഡ് പണിത് വെച്ചിരിക്കുന്നത് കാണാം. അത് നമ്മുടെ അദ്ദേഹം പണിതാണ്. അപ്പോൾ ഇത് കപ്പലിൻ്റെ ബങ്കർ സാമ്പിൾ സൂക്ഷിക്കാനുള്ള ഒരു കബോർഡാണ്. നമ്മുടെ ഇവിടെ അടുക്കളയിലെ സംഭാവനയായിട്ട് ഈ ചപ്പാത്തി ഉരുട്ടുന്ന ഈ ഒരു സംഭവം പുള്ളി പണിത് കൊടുത്താണ്. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ മറ്റേ മറിച്ചിടാനുള്ള ഇതിൻ്റെ തവിയോ എന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു സംഭവം അദ്ദേഹം പണിത് കൊടുത്താണ്. മെയിനായിട്ടൊരു സ്പെഷ്യൽ ഒരു സാധനങ്ങൾ പണിതിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. അത്യാവശ്യം ഒന്ന് കുത്തിയിരിക്കാനായിട്ട് ഒരു കൊരണ്ടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ കൊരണ്ടി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്നൊന്ന് കമൻ്റ് ഇടുക. അതുപോലെ തന്നെ നമ്മുടെ മീനൊക്കെ വൃത്തിയാക്കാനായിട്ട് ഒരു ഉപകരണവും അദ്ദേഹം പണിതിട്ടുണ്ട്. ഇതിൻ്റെ ചെതുമ്പിലൊക്കെ എടുത്ത് വെച്ചിട്ട് കളയാൻ വേണ്ടി. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഉണ്ടായത്. ആ സാധനം ഇതാണ്. തേങ്ങ ചിരണ്ടാനായിട്ടുള്ളൊരു ചിരവ. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. ഓഫീസർ പാൻട്രിയിലുള്ള ഒരു കോഫി സ്റ്റേഷനാണിത്. സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്
ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു ക്രമീകരണം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. തുറമുഖത്തു നിന്ന് കരിക്ക് വാങ്ങിച്ചപ്പോൾ തേങ്ങാ പരുവത്തിലുള്ളതെല്ലാം കൂടെ പൊതിക്കാനായിട്ട് ഒരു പാര അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിലാണ് പുള്ളി തന്നെ തേങ്ങ പൊതിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. കപ്പലിലൊരു ഗിത്താർ നിർമ്മിക്കാനായിട്ട് അതിൻ്റെ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ കണക്കനുസരിച്ചിട്ടാണ് ഇപ്പം ഇവിടെ ഗിത്താർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗിത്താറിൻ്റെ ചട്ടക്കൂടൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ചീഫ് എഞ്ചിനീയറിൻ്റെ നേതൃത്വത്തിൽ ഗിത്താറിൻ്റെ സ്ട്രിങ്ങൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ട്യൂൺ ചെയ്യുന്നുമുണ്ട്. അപ്പം ഈ ഒരു ഗിത്താറാണ് നമ്മൾ ക്രിസ്മസ് പാർട്ടിക്ക് ഉപയോഗിച്ചത്. ചാക്കോച്ചനൊരു മോതിരവും ആനിക്കുട്ടിക്ക് 2 വളയും കെട്ടിയോൾക്കൊരു മൂക്കുത്തിയും ബാക്കി കപ്പൽ ജീവനക്കാർക്ക് മോതിരമൊക്കെ ബ്രാസ് കൊണ്ട് നിർമ്മിച്ച് നൽകി. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടാണ് ഇവിടെ വരെ എത്തിയത്. അപ്പം ഈ ഇത്രയും കാര്യങ്ങളൊക്കെ പണിത് വെച്ചാൽ നമ്മുടെ കലാകാരനെ നമുക്ക് പരിചയപ്പെടുത്താം. ആപ്കാ നാം? ആദിൽ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആദിലിന്. പക്ഷേ പുള്ളിക്ക് മലയാളം അറിയില്ല. മലയാളം അറിയില്ല. അപ്പോൾ മലയാളം അറിയാലോ. ഓക്കെ, പുള്ളി മിനിക്കോയിക്കാരനാണ്. പക്ഷേ മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല. നമ്മൾ ഹിന്ദിയിലാണ് സാധാരണ അദ്ദേഹത്തോട് സംസാരിക്കാറുള്ളത്. ये सब आप कैसा सीखा? ये सब हम लोग बचपन से करते आ रहे हैं. Okay. सीखने क्यों नहीं गया किधर. ऐसे अपने आप सीख गया. അപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെറുപ്പം തൊട്ടേ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പഠിച്ചു വന്നതെന്നാണ്. അപ്പം എല്ലാ കാര്യങ്ങളിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ആഭരണങ്ങളായിട്ടും പല പല ഉപകരണങ്ങളും ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹം ഉണ്ടാക്കി വെച്ച് നമ്മൾ കണ്ടു. അപ്പോൾ അതെല്ലാം വെറും വേസ്റ്റ് തടിയിൽ നിന്നാണ് ഇത്ര നല്ല രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ അവിടെ മിനിക്കോയിലൊക്കെ ആണെങ്കിലും വീടുകളൊക്കെ പണിയുന്നത് ഇവരൊക്കെ തന്നെ കൂടിയാണ്. അപ്പോൾ എല്ലാവരും നല്ല കലാകാരന്മാരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്. താങ്ക് യു.